കണ്ണൂർ എരഞ്ഞോളിയിൽ ഗുരുതരാവസ്ഥയിൽ രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസിന് വഴി നൽകാതെ കാർ യാത്രികൻ. ആംബുലൻസിലുണ്ടായിരുന്ന മട്ടന്നൂർ സ്വദേശി റുക്കിയ ആശുപത്രിയിൽ എത്തിച്ചയുടൻ മരണപ്പെട്ടു. കാർ യാത്രികനെതിരെ ആംബുലൻസ് ഡ്രൈവർ പോലീസിലും ആർടിഒയ്ക്കും പരാതി നൽകി. ആംബുലൻസിന്റെ യാത്രയിൽ ഓരോ നിമിഷത്തിനും ജീവന്റെ വിലയുണ്ട്. അത് വീണ്ടും ഓർമ്മിപ്പിക്കുന്ന സംഭവമാണ് ഇന്നലെ വൈകിട്ട് എരഞ്ഞോളി നായനാർ റോഡിൽ ഉണ്ടായത്. ഹൃദയാഘാതമുണ്ടായ 61-കാരി റുക്കിയുമായി മട്ടന്നൂരിൽ നിന്ന് തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു ആംബുലൻസ്. അതിനിടെയാണ് നായനാർ റോഡിൽ വെച്ച് ഏകദേശം 1/2 കിലോമീറ്ററോളം ആംബുലൻസിന് മുന്നിൽ കാർ തടസ്സം നിന്നത്. കാറിനരികിലേക്ക് ഒതുക്കി നിർത്താൻ ഇടമുണ്ടായിരുന്നുവെന്ന് ദൃശ്യത്തിൽ വ്യക്തം. കതിരൂർ പോലീസിനും ആർടിഒയ്ക്കും ആംബുലൻസ് ഡ്രൈവർ ശരത്ത് പരാതി നൽകിയിട്ടുണ്ട്. തലശ്ശേരി ഇന്ദിരാഗാന്ധിയിലേക്ക് പുറപ്പെട്ടായിരുന്നു വണ്ടി. കണ്ടീഷൻ വളരെ മോശമായിരുന്നു. ഓക്സിജൻ കൊടുത്ത് അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ തന്നെ സ്റ്റാഫിനെയും വിട്ടായിരുന്നു. CPR കൊടുക്കേണ്ടതുകൊണ്ട് സ്റ്റാഫിനെയും വിട്ട് തന്ന് തലശ്ശേരിക്ക് കൊണ്ടുപോയായിരുന്നു. ഉമ്മാൻ്റെ മകനും സ്റ്റാഫ് വന്ന് വണ്ടിയിലുണ്ടായിരുന്നു. തലശ്ശേരി എത്തുന്നതിന് നായനാർ റോഡ് വെച്ചാണ് ഒരു കാറുകാരൻ 3 പ്രാവശ്യം കാറുകാരൻ ഒതുക്കാൻ സ്ഥലമുണ്ടായിട്ടും നമ്മളെ സൈഡ് തന്നിട്ടില്ല. 4 പ്രാവശ്യം ഇങ്ങനെ തന്നെ കളിപ്പിച്ച് കളഞ്ഞു. ഹോസ്പിറ്റലിലെത്തി കേൾക്കാണ്ട് കൊണ്ട് ഉമ്മ മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് നമുക്ക് പറഞ്ഞത്. വളരെ വിഷമമുണ്ട്. എന്ന് വെച്ചാൽ ഈ ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ല. ആ കാറുകാരന് ഒതുക്കാൻ ഇഷ്ടംപോലെ സ്ഥലവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എന്നിട്ടും അയാൾ വണ്ടി ഒതുക്കി തന്നു. എന്നാൽ കാരണം എന്നറിയില്ല, എവിടെയില്ല ആളാണെന്ന് അറിയില്ല. വണ്ടി നമ്പറും ഡീറ്റെയിൽസെല്ലാം വെച്ചിട്ട് പരാതി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മറ്റൊന്ന് കതിരൂർ സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നുണ്ട്. നിയമ നടപടിയിൽ തന്നെ പോകുന്നുണ്ട്. ഇത്തരം കാഴ്ചകൾ ഇപ്പം പൊതുവേ ഉണ്ട്. എത്ര കണ്ടാലും ഇപ്പോൾ ആൾക്കാർ പഠിക്കുന്നില്ല. എല്ലാവരും അടക്കിപ്പെടുന്നില്ല. കുറച്ച് ആൾക്കാർ ഈ വണ്ടി വരുമ്പോൾ നമ്മുടെ പുറകെ തന്നെ നമ്മുടെ ആംബുലൻസിൽ എമർജൻസി കേസ് പോകുമ്പോൾ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ബ്ലോക്ക് മാറിയിട്ട് നമ്മുടെ പുറകെ തന്നെ വണ്ടി കൊണ്ടുവരിക. അതിൽ എവിടെ ഒരു ബ്ലോക്ക് ഉണ്ടെന്ന് വെച്ചോ, ആ ബ്ലോക്കിൽ അവർക്ക് നമ്മളെക്കാട് മുന്നിൽ എത്തണമെന്നില്ല കാഴ്ചപ്പാട് കൊണ്ടാണ് ഇപ്പോൾ ആൾക്കാർ സഞ്ചരിക്കുന്നത്. ഇന്നലെ സംഭവിച്ചത് അത് തന്നെയാണ്. നമ്മളെക്കാട് മുമ്പിൽ വണ്ടി പോകണമെന്നില്ലൊരു കാഴ്ചപ്പാട് എന്ന് സംഭവിച്ചത്. അയാൾ മനഃപൂർവ്വം ചെയ്തതാണെന്നോ എനിക്ക് എൻ്റെ സംബന്ധിച്ച് മനഃപൂർവ്വം ചെയ്തതാണ് എനിക്ക് തോന്നുന്നത്. അതേ സഹകരണത്തിൽ തന്നെ എമർജൻസി കുറച്ച് സ്പീഡിൽ തന്നെ പോയി. ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ സിസ്റ്ററും ബേക്കെന്ന് പറഞ്ഞു കുറച്ച് സ്പീഡിൽ പോകും. CPR കണ്ടീഷൻ വളരെ പ്രായമില്ല ആളാണ്. പക്ഷേ എന്നാലും ഒരു ജീവനല്ലേ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞെങ്കിൽ അത് വിചാരിച്ചിട്ട് മാത്രമാണ് അവർ ഹോസ്പിറ്റലിൽ സ്റ്റാഫിനെയും വിട്ടാണ് CPR കൊടുത്തുകൊണ്ട് തന്നെ പോയിക്കൊണ്ട്. കാർ യാത്രികൻ സൈഡ് നൽകാത്തത് കൊണ്ടാണ് മരണം സംഭവിച്ചതെന്ന് പൂർണ്ണമായും പറയാനാകില്ല. എങ്കിലും ആ തടസ്സം ഇല്ലാതിരുന്നെങ്കിൽ അല്പം കൂടി വേഗത്തിൽ ആശുപത്രിയിൽ എത്തുമായിരുന്നു.